ഇനി സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ടി സെറ്റിനെ കുറിച്ചും ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സും ഈക്വൽ സെറ്റ്സ് പിന്നെ എക്സസൈസ് 1.2 ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എം ടി സെറ്റ് എന്താണെന്ന് നോക്കാം. എം ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ശൂന്യമായിട്ടിരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ എം ടി എന്ന് പറയുന്നത്. ഒരു സെറ്റ് എപ്പോഴാണ് എം ടി ആകുന്നത്? നമുക്കറിയാം, സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എം ടി ആണെന്ന് പറയുന്നത്. അപ്പോൾ എം ടി സെറ്റിന് നമുക്ക് എന്ത് ഡെഫിനിഷൻ കൊടുക്കാം? ദ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഈസ് കോൾഡ് ദ എം ടി സെറ്റ്. വേറെ എന്തും വിളിക്കാം അതിനെ? നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ് എന്നും വിളിക്കാം. അപ്പോൾ സെറ്റിൽ ഒന്നുമില്ലാത്ത, അതായത് എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? അതിനെ എം ടി സെറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന്, അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്നതിനെ വിളിക്കും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഫൈ. കണ്ടോ, ഫൈ എന്ന് പറയുന്ന സിമ്പിൾ ഇതാണ്. അല്ലെങ്കിൽ നമുക്കതിനെ റെപ്രസെൻ്റ് എങ്ങനെ ചെയ്യാം? രണ്ട് ബ്രാക്കറ്റ്, സെറ്റിൻ്റെ ബ്രാക്കറ്റ് മാത്രം ഇട്ട് അതിൽ എലമെൻറ്റ്സ് ഒന്നും എഴുതാതെ നമുക്ക് നൾ സെറ്റിനെ അല്ലെങ്കിൽ എം ടി സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഈസ് കോൾഡ് ദ എം ടി സെറ്റ് ഓർ നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഫൈ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ നൾ സെറ്റ്? ഇനി നമുക്ക് നൾ സെറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം തന്നെ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്, എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൺ പ്രൈം നമ്പർ. എന്താണ് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൻ പ്രൈം നമ്പർ. എക്സ് എന്താണ്? ഒരു ഈവൻ പ്രൈം നമ്പർ ആണ്. നമ്മൾക്കറിയാം എന്താണ്, എ ഈസ് നോട്ട് എം ടി അല്ലേ? എ ഒരു എം ടി സെറ്റ് അല്ല. കാരണം എന്താ? എക്സ് ഈസ് എൻ ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആകെ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. ആരാണത്? 2. ബിക്കോസ് 2 ആൻഡ് ഈവൻ പ്രൈം നമ്പർ ഈസ് ദ എലമെൻറ്റ് ഓഫ് ദിസ് സെറ്റ്. 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഈ സെറ്റിലെ, അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പർ ഈ സെറ്റിലെ എലമെൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തല്ല, ഈ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് എം ടി സെറ്റ് അല്ല. അടുത്ത പ്രോബ്ലം നോക്കാം. ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 എക്സ് ഈസ് എ ഓഡ്. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താവണം? 4 ആകണം. എക്സിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് ഒരു ഓഡ് ആകണം. ഏതെങ്കിലും ഒരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ 4 കിട്ടുമോ? നമുക്കറിയാം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു √4 എന്ന് കിട്ടും. √4ൻ്റെ ഉത്തരം എന്താ? +2 ഓർ -2. പ്ലസ് ഓർ -2 ആണ് √4ന് ഉത്തരം. അതായത് എക്സിന് 2 ഇട്ട് കൊടുത്താലും 2 സ്ക്വയർ എന്ത് കിട്ടും? 4 കിട്ടും. എക്സിന് -2 ഇട്ട് കൊടുത്താലും -2 ദ ഹോൾ സ്ക്വയർ 4 കിട്ടും. അപ്പോൾ എക്സിന് കിട്ടുന്ന വാല്യൂസ്, എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആരൊക്കെയാണ്? -2ഉം +2ഉം. ഈ -2ഉം +2ൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് നോട്ട് എൻ ഓഡ് നമ്പർ അല്ലേ? അപ്പം നമ്മുടെ സെറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എക്സ് ഈസ് ഓഡ്. പക്ഷേ ഈ ഇക്വേഷനിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് കിട്ടുന്നത്? +2ഉം -2ഉം. അതുകൊണ്ട് എന്തല്ല, അതൊരു ഓഡ് നമ്പർ അല്ല. അതായത് ഈ സെറ്റ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് കിട്ടുന്ന എക്സിന് കിട്ടുന്ന വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ബി എന്ന് പറയുന്ന സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദെയർഫോർ ബി ഈസ് എ നൾ സെറ്റ് എന്ന് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? നമ്മുടെ ഇക്വേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എക്സ് ഈസ് ഓഡ്. നമുക്ക് എക്സിന് കിട്ടുന്ന വാല്യൂ ഓഡ് നമ്പർ ആണോ? അല്ല. 2ഉം -2 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണല്ലേ? അപ്പോൾ ഈ സെറ്റിൽ എന്തില്ല? ഈ സെറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ് നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്? ബി ഈസ് എ നൾ സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. C is equal to x such that x square -2 equal to 0 and x is a natural number. ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? എക്സിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കണം? എക്സ് സ്ക്വയർ -2 ചെയ്യുമ്പോൾ 0 കിട്ടുകയും വേണം. എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഒരു നാച്ചുറൽ നമ്പർ
ആയിരിക്കുകയും വേണം. നമുക്ക് ഈ എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താകും? -2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് +2 ആയിട്ട് മാറും. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് മാറും. റൂട്ട് റൈറ്റ് സൈഡിലോട്ട് പോകും അല്ലേ? അപ്പോൾ √2 +or-√2 എന്ന് വരും. ഇവിടെ എന്താണ്? √2 ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ അല്ലേ? √2 ഒരു നാച്ചുറൽ നമ്പർ അല്ലെന്ന് നമുക്കറിയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഉത്തരത്തിൽ കിട്ടിയത് എന്താണ്? √2 ആണ് കിട്ടിയത്. √2 ഒരു നാച്ചുറൽ നമ്പർ ആണോ? അല്ല. √2 ഈസ് എ ഇറാഷണൽ നമ്പർ. അതുകൊണ്ട് തന്നെ എന്താണ്? സി ഈസ് എ നൾ സെറ്റ്. ഈ സെറ്റ് ബിൽഡർ സി എന്ന് പറയുന്ന സെറ്റിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് നമുക്കിതിൽ കിട്ടുന്നില്ല. കിട്ടുന്ന ആൻസർ എക്സിന് നാച്ചുറൽ നമ്പർ കിട്ടണമെന്നാണ് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? √2 ആണ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. √2 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സി ഈസ് എ നൾ സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ് എന്താണെന്നാണ്. ഫൈനൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെറ്റിലെ എലമെൻറ്റ്സ് നമ്മൾക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളതിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കും. അതായത് ആ സെറ്റിലെ എലമെൻറ്റ്സ് ഒരു ഡെഫിനൈറ്റ് നമ്പർ ആയിരിക്കണം. അങ്ങനെയുള്ള സെറ്റ്സിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. എ സെറ്റ് ഈസ് സെഡ് ടു ബി ഫൈനൈറ്റ് ഇറ്റ് കണ്ടെയ്ൻ എ ഡെഫിനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇൻഫൈനൈറ്റ് സെറ്റ് എന്തായിരിക്കും? ഫൈനൈറ്റ് അല്ലാത്ത സെറ്റുകളെ നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കും. ദ സെറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. എക്സാമ്പിൾസ് ഫോർ ഫൈനൈറ്റ് സെറ്റ് നമുക്ക് നോക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 4. കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. കാരണം ഇതിൽ എത്ര എലമെൻറ്റ്സേ ഉള്ളൂ? 4 എലമെൻറ്റ്സേ ഉള്ളൂ. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് നോക്കാം. ബി ഈസ് ഈക്വൽ ടു 5 10 15 20 എക്സെട്ര 95. ഈ എക്സെട്ര സൈൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന്. പക്ഷേ നോക്കിക്കേ, ഇതിലാകെ എത്ര എലമെൻറ്റ്സേ ഉള്ളൂ? 5 10 15 20 അങ്ങനെ 95 വരെ പോയിട്ടുള്ളൂ. ഇത് 5 10 15 20 കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഇത് 5ൻ്റെ ടേബിളാണ് ഈ സെറ്റിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അങ്ങനെ 95 വരെ കൊടുത്തിട്ടുണ്ട്. 95 എന്ന് പറയുമ്പോൾ എന്താ? 19 × 5 ആണ് 95. അപ്പോൾ 5 തൊട്ട് 95 വരെ ഇതിൽ എത്ര എലമെൻറ്റ്സേ ഉള്ളൂ? ആകെ 19 എലമെൻറ്റ്സേ ഉള്ളൂ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ എത്ര എലമെൻറ്റ്സ് ഈ സെറ്റിലുണ്ട് എന്നതിൻ്റെ രൂപം നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി എന്ന് പറയുന്ന സെറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഫൈനൈറ്റ് സെറ്റിന് ഉള്ള വേറൊരു എക്സാമ്പിളാണ് എന്ത്? 5. 5 എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. എംപ്റ്റി സെറ്റിനെയാണ് നമ്മൾ 5 എന്ന് വിളിച്ചത്. അപ്പോൾ ഒന്നുമില്ലാത്ത സെറ്റും എന്താണ്? ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി നമ്മൾക്ക് ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആദ്യം തന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? സെറ്റ് ഓഫ് 1 2 3 എക്സെട്ര. ഇതെന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇവിടെ നോക്കിക്കേ, 1 2 3 കഴിഞ്ഞിട്ട് പിന്നെ എലമെൻറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ എക്സെട്ര സൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്താണ് ഈ സെറ്റിൽ പറയുന്നത്? ഈ സെറ്റിലെ എലമെൻറ്റ്സ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അതായത് എത്ര എലമെൻറ്റ്സ് ഇതിലുണ്ട് എന്ന് നമുക്ക് എണ്ണിയെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. അതുപോലെ തന്നെ നോക്കിക്കേ, 1 3 5 7 എക്സെട്ര. ഇതിലെന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ആണ്. എല്ലാ ഓഡ് നമ്പേഴ്സും ഈ സെറ്റിൽ വരുന്നുണ്ട്. 7 കഴിഞ്ഞിട്ട് ഇത് എവിടം വരെ നീണ്ടു പോകുന്നു എന്ന് നമുക്കൊരു മനസ്സിലാകത്തില്ല. കാരണം ഇൻഫിനിറ്റി വരെ ഈ സെറ്റിലെ എലമെൻറ്റ്സ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ഇവിടെ നോക്കിക്കേ, റൈറ്റ് സൈഡിലും -ഇൻഫിനിറ്റിയിലോട്ടും പോകുന്നുണ്ട്, +ഇൻഫിനിറ്റിയിലേക്കും ഈ സെറ്റിൻ്റെ എലമെൻറ്റ്സ് പോകുന്നുണ്ട്. അതായത് ഇവിടെയും നമ്മൾക്ക് ഈ സെറ്റിൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് എണ്ണിയെടുക്കാൻ പ്രയാസം ആണ്. അതുകൊണ്ട് ഇത് എന്തിനൊരു എക്സാമ്പിളാണ്? ഇൻഫൈനൈറ്റ് സെറ്റിനൊരു എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾക്ക് സിംഗിൾട്ടൺ സെറ്റ് എന്താണെന്ന് നോക്കാം.
ദ സെറ്റ് ഹാവിങ് ഓൺലി വൺ എലമെൻറ്റ് ഈസ് കോൾഡ് സിംഗിൾട്ടൺ സെറ്റ്. സെറ്റിൽ ആകെ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾക്കതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കാം. നമ്മൾക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ സെറ്റ് ഓഫ് ഈവൻ നമ്പർ പ്രൈം. ഈവൻ നമ്പർ പ്രൈം നമ്മൾക്കറിയാം, ആകെ ഒരു ഈവൻ നമ്പർ മാത്രമേ പ്രൈം നമ്പറായിട്ട് ഉള്ളൂ. അതാരാണ്? 2 ആണ്. അപ്പോൾ സെറ്റ് ഓഫ് 2, സെറ്റ് ഓഫ് ഈവൻ നമ്പർ പ്രൈമിന് ഉത്തരം എന്താണ്? സെറ്റ് ഓഫ് 2. അപ്പോൾ ഇതെന്തിന് എക്സാമ്പിളാണ്? സിംഗിൾട്ടൺ സെറ്റിനൊരു എക്സാമ്പിൾ ആണ്. ഇനി സെറ്റ് ഓഫ് 5 നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ്, അതും എന്തിന് എക്സാമ്പിളാണ്? സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു സിംഗിൾട്ടൺ സെറ്റിന് നമ്മൾക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ഫൈനൈറ്റ് സെറ്റായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് നമ്മൾക്കറിയാലോ. എന്താണ്? ഒരു സെറ്റിൽ ഒരു ഡെഫിനിറ്റ് നമ്പർ അല്ലെങ്കിൽ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ഒരു ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ എം ടി സെറ്റും ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിളാണ്. സിംഗിൾ സെറ്റും ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെറ്റ് എം ടി ആണെങ്കിൽ അതിനെ നമ്മൾ എം ടി സെറ്റ് എന്ന് വിളിക്കും. സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മളതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കും. സെറ്റിൽ ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളൂ എങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കും. സിംഗിൾട്ടൺ സെറ്റും എം ടി സെറ്റും ഫൈനൈറ്റ് സെറ്റിനും എക്സാമ്പിൾ ആണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കാർഡിനൽ നമ്പർ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് നമുക്ക് അറിയാം. ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സെറ്റിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിച്ചത്. കാർഡിനൽ നമ്പർ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എലമെൻറ്റ്സ് ആണോ ഫൈനൈറ്റ് സെറ്റിലുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർഡിനൽ നമ്പർ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ്. The number of elements of a finite set is called cardinal number of the set. The cardinal number of a set A is denoted by n of A. ഒരു സെറ്റിൽ, ഒരു ഫൈനൈറ്റ് സെറ്റിനെ നമ്മൾ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതിന് കാർഡിനൽ നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എൻ ഓഫ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 4. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ് അല്ലേ? ഇതിൻ്റെ കാർഡിനൽ നമ്പർ എന്തായിരിക്കും? എൻ ഓഫ് എ ഈക്വൽ ടു 4. 4 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് എ ആണ്. അതായത് സെറ്റ് എയിലെ നമ്പറിനെയാണ് നമ്മൾ കാർഡിനൽ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞ് എൻ ഓഫ് എ എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സെറ്റ് എങ്ങനെയുള്ളതായിരിക്കണം? ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കണം. ഫൈനൈറ്റ് സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർഡിനൽ നമ്പർ ഓഫ് ദ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ ഓഫ് 5 എന്തായിരിക്കും? 5 എന്ന് പറയുന്നത് നമുക്കറിയാം എം ടി സെറ്റാണ്. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അതായത് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ല അല്ലേ? അതുകൊണ്ട് എന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്. കാരണം എന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റിലെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസം ആണ്. അതുകൊണ്ട് തന്നെ ദ കാർഡിനാലിറ്റി ഓഫ് എ ഇൻഫൈനൈറ്റ് സെറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇനി നമുക്ക് ഈക്വൽ സെറ്റ്സ് എന്താണെന്ന് നോക്കാം. എപ്പോഴാണ് രണ്ട് സെറ്റുകൾ ഈക്വൽ ആകുന്നത്? അതിലെ എലമെൻറ്റ്സ് ഈക്വൽ ആകുമ്പോഴാണ് രണ്ട് സെറ്റുകൾ ഈക്വൽ ആകുന്നത്. ടു സെറ്റ് A and B are said to be equal sets when A equal to B. എയിൽ എത്ര എലമെൻ്റ് ഉണ്ടോ ആ എലമെൻറ്റ് തന്നെ, അത്ര എണ്ണം തന്നെ ആരിലും കാണണം? ബിയിലും കാണണം. എങ്കിൽ മാത്രമേ രണ്ട് സെറ്റുകൾ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നോട്ട് ഈക്വൽ ആകണമെങ്കിൽ എ ആൻഡ് ബി ആർ നോട്ട് ഈക്വൽ, എ നോട്ട് ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് എക്സസൈസ് 1.2 നോക്കാം. Which of the following are examples of the null set? null സെറ്റിന് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് എന്താ? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 2. ഓഡ് നാച്ചുറൽ നമ്പറും ആയിരിക്കണം, ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഓഡ് നമ്പർ ഉണ്ടോ? ഇല്ല അല്ലേ? ഓഡ് നാച്ചുറൽ നമ്പർ ആർ നോട്ട് ഡിവിസിബിൾ ബൈ
2. So in this set there is no odd natural number which is divisible by 2. Odd natural number 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓഡ് നാച്ചുറൽ നമ്പർ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എന്താണ്? ദിസ് ഈസ് എ നൾ സെറ്റ്. ഇതൊരു നൾ സെറ്റ് ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പർ. നമ്മൾക്കറിയാം ആകെ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. അതാരാണ്? 2. 2 ഈസ് ദ ഈവൻ പ്രൈം നമ്പർ. ഇറ്റ് ഈസ് എ സിംഗിൾട്ടൺ സെറ്റ്. ഇതൊരു സിംഗിൾ സെറ്റാണ്. ദിസ് സെറ്റ് ഹാസ് ആൻ എലമെൻറ്റ് 2. ഇത് ഈ സെറ്റിൽ ആകെ ഒരു എലമെൻറ്റ് ഉള്ളൂ, അത് 2 ആണ്. അതുകൊണ്ട് ഇത് നൾ സെറ്റ് അല്ല. ദിസ് ഈസ് നോട്ട് എ നൾ സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. എക്സിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് ലെസ് ദാൻ 5 ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 7 ആണ്. എക്സ് 5-നേക്കാളും താഴെയും ആയിരിക്കണം, എക്സ് 7-നേക്കാൾ വലുതും ആയിരിക്കണം. നമ്മൾക്കറിയാം 5-ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാണ്? 1, 2, 3, 4. എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പോൾ 7-നേക്കാളും വലിയ നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാണ്? 8, 9, 10 അങ്ങനെ പോകും അല്ലേ? പക്ഷെ നമുക്ക് സെറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേകത എന്താണ്? എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, എക്സ് ലെസ് ദാൻ 7 ആയിരിക്കണം, എക്സ് ലെസ് ദാൻ 5 ആയിരിക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കണം. നമ്മൾക്കറിയാം അങ്ങനെ ഒരു നാച്ചുറൽ നമ്പറേ ഇല്ലല്ലേ. There is no natural number less than 5 and greater than 7. Hence this is a null set. അതുകൊണ്ട് എന്താണ്? ഇതൊരു നൾ സെറ്റ് ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ. Y such that y is a common point to any parallel lines. Yയുടെ പ്രത്യേകത എന്താണ്? y ഒരു കോമൺ പോയിന്റ് ആയിരിക്കണം. 2 പാരലൽ ലൈൻസിൻ്റെ കോമൺ പോയിന്റ് ആയിരിക്കണം. പാരലൽ ലൈൻസിന് കോമൺ പോയിന്റ് ഉണ്ടോ? നോക്കിക്കേ, 2 പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടുമോ? ഇല്ലല്ലേ. പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ നെവർ ഇൻ്റർസെക്റ്റ്. അവരൊരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല, കൂട്ടിമുട്ടുകയില്ല. അതുകൊണ്ട് തന്നെ എന്തില്ല? പാരലൽ ലൈൻസിന് കോമൺ പോയിന്റ് ഇല്ല. സാധാരണ 2 ലൈനുകൾ നമ്മൾ വെർട്ടിക്കലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ ഒരു കോമൺ പോയിന്റ് ഉണ്ടാകും. പക്ഷെ പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ നെവർ ഇൻ്റർസെക്റ്റ് ആൻഡ് ദേ ഹാവ് നോ കോമൺ പോയിന്റ്സ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 2 പാരലൽ ലൈൻസ് നെവർ മീറ്റ് അറ്റ് എ ഫൈനൈറ്റ് പോയിന്റ്. ഒരു പോയിന്റിൽ അവരൊരിക്കലും ഒരു പോയിന്റുകളിലും അവർ കൂട്ടി മുട്ടുകയില്ല. ഹെൻസ് ദിസ് ഈസ് എ നൾ സെറ്റ്. അതുകൊണ്ട് y such that y is a common point to any 2 parallel lines എന്താണ്? ഒരു നൾ സെറ്റ് ആണ്. കാരണം എന്താണ്? 2 parallel lines never meet at a finite point. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. ഒരു വർഷത്തിലെ മാസം, അതാണ് നമ്മുടെ സെറ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കറിയാം, നമുക്കൊരു ഡെഫിനിറ്റ് നമ്പർ പറയാൻ പറ്റും. ദർ ആർ 12 months ഇൻ എ ഇയർ. ഒരു വർഷം 12 മാസം ഉണ്ടെന്നൊരു ഡെഫിനിറ്റ് നമ്പർ നമുക്ക് പറയാൻ പറ്റും. ഹെൻസ് ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഒരു റോസ്റ്റർ ഫോമിലാണ് വന്നിരിക്കുന്നത്. 1, 2, 3 കഴിഞ്ഞിട്ട് എക്സെട്രാ സൈൻ ഇട്ടിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണല്ലേ. കാരണം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറുമാണ്. ഇത് എവിടം തൊട്ട് എവിടം വരെ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ഫൈനൈറ്റ്, ഇറ്റ് ഈസ് എ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇത് ഫൈനൈറ്റ് അല്ല, അതുകൊണ്ട് ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി നോക്കിക്കേ, 1, 2, 3 തുടങ്ങി 100 വരെ, 1, 2, 3 തുടങ്ങി 100 വരെ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്കറിയാം ഈ സെറ്റിൽ എത്ര എലമെൻസേ ഉള്ളൂ? 100 എലമെൻസേ ഉള്ളൂ. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ? ഇൻ ദിസ് സെറ്റ് ദർ ആർ 100 നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 101. 101-ന് താഴെയുള്ള എലമെൻസ് ആണ് ഈ സെറ്റിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. 100 എന്നല്ല നമ്മൾ എഴുതിയിരിക്കുന്നത്, ലെസ് ദാൻ 101 എന്നാണ്. ലെസ് ദാൻ 101 എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം? 100 വരെ ഇതിൽ എലമെൻസ് ഉള്ളൂ എന്നാണ് അർത്ഥം.
ഇത് നമ്മൾക്ക് എണ്ണിയെടുക്കാൻ പറ്റും. ഒരു ഡെഫിനിറ്റ് നമ്പറേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്, ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100, 100 മുകളിലോട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ്. 100 മുകളിൽ നിരവധി പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടല്ലേ. 101 തുടങ്ങി 101 തുടങ്ങി അങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്താണ്, 100-നെക്കാളും വലിയ പോസിറ്റീവ് നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 100 ഈസ് നോട്ട് എ ഫൈനൈറ്റ്, ഇറ്റ് ഈസ് എ ഇൻഫൈനൈറ്റ് സെറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 100-ന് മുകളിലുള്ള സംഖ്യ എന്തോരം പോകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എന്താണ്, ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പർ ലെസ് ദാൻ 99, 99 താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. 100-ന് താഴെ നമ്മൾക്കറിയാം ആകെ 26 പ്രൈം നമ്പറേ ഉള്ളൂ. 99 ഒരു പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, 99-ന് താഴെയും എത്ര പ്രൈം നമ്പേഴ്സേ ഉള്ളൂ, 26 പ്രൈം നമ്പേഴ്സേ ഉള്ളൂ. അവിടെ നമുക്കൊരു ഡെഫിനൈറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എന്താണ്, ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. ദ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പർ ലെസ് ദാൻ 99 ഈസ് ഫൈനൈറ്റ്, ദെയർഫോർ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ സെറ്റ് ഈസ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ പാരലൽ ടു എക്സ് ആക്സിസ്. ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചാൽ അതിൽ എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ലൈൻസിനെയാണ് സെറ്റായിട്ട് കണക്കാക്കേണ്ടത്. അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കാം. ഇവിടെ നോക്കിയേ, എക്സ് ആക്സിസിന് പാരലായിട്ട് നിരവധി ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് എപ്പോഴെങ്കിലും അവസാനിക്കുമോ? ഇല്ല. നമ്മൾ ഈ വൈ ആക്സിസ് വരയ്ക്കുന്നതനുസരിച്ച് ഈ പാരലൽ ലൈൻസ് നമ്മൾക്ക് ഇങ്ങനെ വരച്ച് പോകാൻ പറ്റും. അതായത് എക്സ് ആക്സിസിന് പാരലായിട്ട് ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് പാരലൽ ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചാൽ അതിൽ നിരവധി പാരലൽ ലൈൻസ് എക്സിന് പാരലായിട്ട് നമ്മൾക്ക് വരയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സെറ്റ് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ലൈൻസിൻ്റെ എണ്ണം ഇൻഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെറ്റും ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻസ് നമ്മൾക്ക് വരയ്ക്കാൻ സാധിക്കും. ഹെൻസ് ഇറ്റ് ഈസ് എ ഇൻഫൈനൈറ്റ് സെറ്റ്. അതുകൊണ്ട് ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ലെറ്റേഴ്സിൻ്റെ എണ്ണം ആകെ 26 ഇംഗ്ലീഷ് ലെറ്റേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. നമ്മൾക്കറിയാം there is 26 alphabets in English, hence it is a finite set. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the set of numbers which are multiple of 5. 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. നമ്മൾക്കറിയാം ഒരുപാട് നമ്പേഴ്സ് ഉണ്ടല്ലേ. നമ്മൾക്കൊരു പ്രത്യേക എണ്ണം കണ്ടുപിടിക്കാൻ പ്രയാസമാണ് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. The multiples of 5 is not finite, hence it is a infinite set. ഇനി നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. The set of animals living on earth. ഭൂമിയിലുള്ള ആനിമൽസിൻ്റെ എണ്ണം. നമ്മൾക്കറിയാം ഭൂമിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമിയിൽ നിരവധി വസ്തുക്കളുണ്ട്. അതിൽ ആനിമൽസിൻ്റെ എണ്ണം മാത്രം എന്താണ്, മറ്റെല്ലാ വസ്തുക്കളെയും വെച്ച് നോക്കുമ്പോൾ ചെറുത് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ദ ആനിമൽസ് ലിവിങ് ഓൺ എർത്ത് ഈസ് ഫൈനൈറ്റ് ഈവൻ ദോ ദ പ്രോസസ് ഓഫ് കൗണ്ടിങ് ദം ഈസ് ഡിഫിക്കൽട്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ആനിമൽസിനെ എണ്ണാൻ പാടാണെങ്കിൽ പോലും ഈ ആനിമൽസിൻ്റെ എണ്ണം എന്താണ്, ഫൈനൈറ്റ് ആണ്. ദെയർഫോർ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസിൻ്റെ എണ്ണം. ഒറിജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചാൽ
അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ്, കൂട്ടിമുട്ടുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒറിജിൻ എന്ന് വിളിക്കുന്നത്. ഒരു എക്സ് ആൻഡ് വൈ ആക്സിസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അത് കൂട്ടിമുട്ടുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ പോയിൻറ്റിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കുന്നത്. അതിലെ കോർഡിനേറ്റ്സ് ആരൊക്കെയാണ്? 0, 0 ആണ്. ഈ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസ് നോക്കിക്കേ. ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചു. ഒറിജിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇതിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് നിരവധി സർക്കിൾസ് വരയ്ക്കാം. ഇങ്ങനെ നിരവധി സർക്കിൾസ് നമ്മൾക്ക് ഇവിടെ വരയ്ക്കാം, ഈ പോർഷനിൽ വരയ്ക്കാം, പോസിറ്റീവ് വൈ ആക്സിസിൽ വരയ്ക്കാം, നെഗറ്റീവ് എക്സ് ആക്സിസിൽ വരയ്ക്കാം, നെഗറ്റീവ് വൈ ആക്സിസിലും വരയ്ക്കാം. ഇങ്ങനെ നിരവധി സർക്കിൾസ് നമുക്കിങ്ങനെ വരച്ച് പോകാൻ പറ്റും. അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡെഫിനിറ്റ് നമ്പർ നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആൻസർ എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് ക്യാൻ ബി ഡ്രോൺ ത്രൂ ദ ഒറിജിൻ, ഹെൻസ് ഇറ്റ് ഈസ് എ ഇൻഫൈനൈറ്റ് സെറ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇതുപോലെ തന്നെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല, നമ്മൾക്ക് നോക്കാം. ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട് അല്ലേ? ഇവിടെ എന്താ പ്രത്യേകത? ഈ ഒറിജിൻ എന്തായിരിക്കണം? സർക്കിളിൻ്റെ കേന്ദ്രം ആയിരിക്കണം, സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കണം. അങ്ങനെ എത്ര സർക്കിൾസ് നമുക്ക് വരയ്ക്കാം? ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള നിരവധി സർക്കിൾസ് നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസിലൂടെ വരയ്ക്കാൻ പറ്റും. ഇൻ ദിസ് കേസ് ഓൾസോ ഇറ്റ് ഈസ് എ ഇൻഫൈനൈറ്റ് സെറ്റ്. ഈ കേസിലും ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. കാരണം ഒറിജിനെ കേന്ദ്രമാക്കി നിരവധി സർക്കിൾസ് നമ്മൾക്കിങ്ങനെ വരച്ച് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈക്വൽ ടു ബി ഓർ നോട്ട്. അപ്പോൾ എ ഈക്വൽ ടു ബി എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഈക്വൽ സെറ്റാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഈക്വൽ ടു എ ബി സി ഡി, ബി ഈക്വൽ ടു ഡി സി ബി എ. നോക്കിയേ, എയിലെ എലമെൻറ്റ്സ് തന്നെ ആരിലുമുണ്ട്? ബിയിലുമുണ്ട്. ബിയിൽ ഇത്തിരി വേറെ രീതിയിൽ കൊടുത്തിരിക്കണമെന്നേ ഉള്ളൂ. എയിലുള്ള എല്ലാ എലമെൻറ്റ്സും തന്നെ ബിയിൽ ഉണ്ട്. എയിൽ 4 എലമെൻറ്റ്സ് ഉള്ളൂ എങ്കിലും ബിയിലും 4 എലമെൻറ്റ്സേ ഉള്ളൂ. പിന്നെ എ എന്ന് പറയുന്ന എലമെൻറ്റ് ബിയിലുണ്ട്, ബി എന്ന് പറയുന്ന എലമെൻറ്റും ബിയിലുണ്ട്, സി എന്ന് പറയുന്ന എലമെൻറ്റും ബിയിലുണ്ട്, ഡി എന്ന് പറയുന്ന എലമെൻറ്റും ബിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈക്വൽ ടു ബി, ബിക്കോസ് എ ആൻഡ് ബി ഹാവ് സെയിം എലമെൻറ്റ്. എയിലും ബിയിലും സെയിം എലമെൻ്റ് ഉള്ളത് കൊണ്ട് എ ഈക്വൽ ടു ബി ആണ്. ഇനി നോക്കിയേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ഈക്വൽ ടു 4, 8, 12, 16. ബി ഈക്വൽ ടു 8, 4, 16, 8, 18. ഇവിടെ എന്തുകൊണ്ട് ഇത് ഈക്വൽ ആയില്ല, എന്തുകൊണ്ട് ഈക്വൽ ആയെന്ന് കൂടെ നമ്മൾ പ്രത്യേകം സ്റ്റേറ്റ് ചെയ്യണം. നോക്കിയേ, എയിൽ 4 ഉണ്ട്, ബിയിലും എന്തുണ്ട്? 4 ഉണ്ട്. എയിൽ 8 ഉണ്ട്, ബിയിലും 8 ഉണ്ട്. എയിൽ 12 ഉണ്ട്, പക്ഷേ ബിയിൽ എന്തില്ല? 12 എന്ന് പറയുന്ന എലമെൻറ്റ് ഇല്ല. എയിൽ 16 ഉണ്ട്, ബിയിലും 16 ഉണ്ട്. ബിയിലൊരു എക്സ്ട്രാ എലമെൻ്റ് ഉണ്ട് 18, അത് എന്തിലില്ല? എയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എയിൽ ആരുടെ എണ്ണം കൂടുതലാണ്? ഏത് എലമെൻറ്റിൻ്റെ എണ്ണമാണ് കൂടുതലായിട്ടുള്ളത്? 12 എന്ന് പറയുന്ന എലമെൻറ്റ് പ്രത്യേകമായിട്ട് ഉണ്ട്. ബിയിൽ 18 എന്ന് പറയുന്ന എലമെൻറ്റും പ്രത്യേകമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? എ നോട്ട് ഈക്വൽ ടു ബി ആണ്. കാരണം 12 എലമെൻറ്റ് എ ആണ്, 12 നോട്ട് എൻ എലമെൻറ്റ് ബി. 18 നോട്ട് എൻ എലമെൻറ്റ് എ ആണ്, 18 എലമെൻറ്റ് ഓഫ് ബി ആണ്. ഇതാണ് അതിൻ്റെ കാരണം. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഈക്വൽ ടു 2, 4, 6, 8, 10. b equal to x such that x is a positive even integer x less than or equal to 10. എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈവൻ ഇൻറ്റിജേഴ്സ് ആണ് കാണിക്കുന്നത്. 2 തൊട്ട് 10 വരെയുള്ള ഈവൻ ഇൻറ്റിജേഴ്സ് ആണ് കാണിക്കുന്നത്. ബി എന്ന് പറയുന്ന സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുമ്പോഴും നമ്മൾക്ക് എന്താ കിട്ടുന്നത്? എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയിരിക്കണം, എക്സ് ഒരു ഈവൻ ഇൻറ്റിജറും ആയിരിക്കണം. അവിടെയും നമുക്ക് കിട്ടുന്ന എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 2, 4, 6, 8, 10. എയിലും ഇതേ സെയിം എലമെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ. എ ഈക്വൽ ടു
എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10, ബി ഈക്വൽ ടു 10, 15, 20, 25, 30. എ എന്ന് പറയുന്ന സെറ്റ് മൾട്ടിപ്പിൾ ഓഫ് 10 ആണ്. ബി എന്ന് പറയുന്ന സെറ്റ് റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് 5ൻ്റെ മൾട്ടിപ്പിളാണ് കാണിക്കുന്നത്. എ 10ൻ്റെ മൾട്ടിപ്പിളും ബി 5ൻ്റെ മൾട്ടിപ്പിളും. അതുകൊണ്ട് തന്നെ എന്താണ് എ നോട്ട് ഈക്വൽ ടു ബി ആണ്. എ ആൻഡ് ബി ഡു നോട്ട് ഹാവ് ദ സെയിം എലമെൻറ്റ്. എല്ലാ എലമെൻറ്റ്സും സെയിം അല്ല, ചില എലമെൻറ്റ്സ് മാത്രമേ സെയിം ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ ആൻഡ് ബി ഡു നോട്ട് ഹാവ് ദ സെയിം എലമെൻറ്റ് ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ആർ ദ ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ഈക്വൽ, ഗീവ് റീസൺ. തന്നിരിക്കുന്ന സെറ്റ് ഈക്വൽ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് നമ്മൾ എഴുതണം. ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ സെറ്റ് കൺസിഡർ ചെയ്യാം. എ ഈക്വൽ ടു 2, 3, ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സൊല്യൂഷൻ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. എ എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയാണുള്ളത്? 2ഉം 3ഉം. ബി എന്ന് പറയുന്ന സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ പോളിനോമിയൽ ഇക്വേഷൻ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ പോളിനോമിയൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യും. അതായത് 5xനെ നമ്മൾ 2x പ്ലസ് 3x എന്ന് എഴുതും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് 2xനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആരാണ് കോമൺ ആയിട്ടുള്ളത്? എക്സ് ആണ് കോമൺ എലമെൻറ്റ്. അതുകൊണ്ട് നമ്മൾ എക്സിനെ ബ്രാക്കറ്റിൻ്റെ പുറത്ത് എഴുതും. അപ്പോൾ എക്സ് സ്ക്വയർ പിന്നെ മിച്ചമുള്ള എക്സ് പ്ലസ് 2വിനെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതും. ഇവിടെ നോക്കിയേ 3x പ്ലസ് 6. 3x പ്ലസ് 6ൽ ആരാണ് കോമൺ ആയിട്ടുള്ളത്? 3 ആണല്ലേ. അതുകൊണ്ട് 3നെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്ത് എഴുതും. പിന്നെ മിച്ചമുള്ള എക്സ് പ്ലസ് 2വിനെ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ രണ്ടിടത്തും ആരാണ് കോമൺ ആയിട്ടുള്ളത്? എക്സ് പ്ലസ് 2 ആണല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 2വിനെ നമ്മൾ പുറത്തേക്ക് എഴുതും. പിന്നെ മിച്ചമുള്ള എക്സ് പ്ലസ് 3നെ ബ്രാക്കറ്റിൽ എഴുതും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് 2ഉം ഈക്വൽ ടു 0 ആണ്, എക്സ് പ്ലസ് 3യും ഈക്വൽ ടു 0 ആണ്. ഇതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു -2 എന്നും കിട്ടി, എക്സ് ഈസ് ഈക്വൽ ടു -3 എന്ന് നമുക്ക് വാല്യൂസ് കിട്ടി. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് -2, -3 എന്ന് കിട്ടി. എ എന്ന് പറയുന്ന സെറ്റ് അവിടെ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു സെറ്റ് ഓഫ് 2, 3 എന്നാണ് തന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം രണ്ടും വ്യത്യാസമുണ്ടല്ലേ. ബി ഈക്വൽ ടു -2, -3 ആണ്. എ ഈക്വൽ ടു 2, 3 ആണ്. അതുകൊണ്ട് തന്നെ എ നോട്ട് ഈക്വൽ ടു ബി ആണ് ആൻഡ് ബി ഡു നോട്ട് ഹാവ് ദ സെയിം എലമെൻറ്റ്. അതുകൊണ്ട് ഇതൊരു ഈക്വൽ സെറ്റ് അല്ല. 5ാമത്തെ ക്വസ്റ്റ്യനിലെ 2ാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. ബി ഈക്വൽ ടു വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് വൂൾഫ്. ഫോളോ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സും വൂൾഫ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സും സെറ്റാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റോസ്റ്റർ ഫോമിലേക്ക് നമുക്കതിനെ മാറ്റാം. അപ്പോൾ എന്ത് കിട്ടും? എ ഈക്വൽ ടു FOLW എന്ന് കിട്ടും. ബി ഈക്വൽ ടു WOLF എന്ന് കിട്ടും. നോക്കിയേ, രണ്ടിലും W ഉണ്ട്, O ഉണ്ട്, L ഉണ്ട്, F ഉണ്ട്. രണ്ടിലും സിമിലർ ആയിട്ട് എല്ലാ വേർഡുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? എ ഈക്വൽ ടു ബി എന്ന് എഴുതാം. സിൻസ് എ ആൻഡ് ബി ഈസ് എ ഈക്വൽ സെറ്റ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദ സെറ്റ് ബിലോ സെലക്ട് ദ ഈക്വൽ സെറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന സെറ്റുകളിൽ നിന്ന് ഈക്വൽ സെറ്റ്സ് മാത്രം കണ്ടുപിടിച്ച് എഴുതുക. എ എന്ന് പറയുന്ന സെറ്റ് ആദ്യം തന്നിട്ടുണ്ട്. 2, 4, 8, 12. അതിന് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെറ്റ്, ഈക്വൽ ആയിട്ടുള്ള സെറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇവിടെ ഒരു സെറ്റ് കാണിച്ചിട്ടുണ്ട്, അത് ഈക്വൽ അല്ല. കാരണം എന്താണ്? എക്ക് 2 ഉണ്ട്, സിക്ക് 2 ഇല്ല. സിയിൽ 14 ഉണ്ട്, എയിൽ 14 ഇല്ല. അപ്പോൾ അത് ഈക്വൽ അല്ല. ഇനി ബി ഈക്വൽ ടു സെറ്റ് നോക്കാം. 1, 2, 3, 4. ഇതിന് സിമിലർ ആയിട്ട് ഏതെങ്കിലും ഒരു സെറ്റ് ഉണ്ടോ? ഉണ്ട്. ഡി ഈക്വൽ ടു 3, 1, 4, 2. ഇവിടെ നോക്കിയേ, രണ്ട് സെറ്റിലും 3ഉം 1ഉം 4ഉം 2ഉം ഉണ്ട്. അതുകൊണ്ട് തന്നെ ബി ഈക്വൽ ടു ഡി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ബി ഈക്വൽ ടു ഡി ബിക്കോസ് ഈച്ച് ഹാവ് ദ സെയിം എലമെൻറ്റ്. പിന്നെയുള്ളൊരു സിമിലർ സെറ്റ് ഇ ആണ്. ഇ ഈക്വൽ ടു -1, 1. ഇക്ക് സിമിലർ ആയിട്ട് ഇവിടെ ജി ഉണ്ട്.
ഇക്ക് ഈക്വലായിട്ട് ഇവിടെ ജി ഉണ്ട്. ജി ഈക്വൽ ടു 1 - 1. കാരണം എന്താണ്? രണ്ടിലും സെയിം എലമെൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇ ഈക്വൽ ടു ജി ബിക്കോസ് ഈച്ച് ഹാവ് ദ സെയിം എലമെൻറ്റ്.